ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം ഒരു 8:30 ആയിട്ടുണ്ട്. ഇന്നലെ വരെയൊക്കെ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ നിങ്ങളോട് പറയണമെങ്കിൽ ഇന്നലെ കോഴിക്കോട് പോയിരുന്നു. അപ്പോൾ വരാൻ നേരത്ത് ആം, ഒരു ടീമിനെ വെയിറ്റ് ചെയ്തപ്പോൾ നമ്മളൊരു കോൾഡ് കോഫി കുടിച്ചിരുന്നു, മറ്റേ ഹഗ്യമഗന്ന് കാലിക്കറ്റിൽ നിന്ന്. അത് കുടിച്ചതോടെ എൻ്റെ ഉറക്കം പോയി എന്ന് പറയുകയാണെങ്കിൽ ഉറക്കം പോയിട്ട് എനിക്ക് ഉറക്കേ വരുന്നില്ല. 5:30 ആയിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല രാവിലെ. ഇപ്പോൾ ഒരു 8:30 ആ ടൈം ആയപ്പോഴത്തേനും പിന്നെ നീച്ചും ചെയ്ത്. എന്താ സംഭവം മനസ്സിലാവണില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും ചോദിച്ച പോലെ വീടിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. വീട്ടിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഒരു ഹോം ടൂർ ആയിട്ട് നമ്മൾ നടത്താനാണ് പരിപാടി. അപ്പോൾ ഇത്ര നേരത്തെ നീച്ചത് എന്താ വെച്ചാൽ, ഇത്ര നേരത്തെ അല്ല, ഉറങ്ങാതെ നീച്ചത് എന്താ വെച്ചാൽ, എൻ്റെ വണ്ടി കാറിന്ന് വൈകുന്നേരം നമ്മൾ കൊച്ചി പോകുന്നുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, നാളെ ഇഫ്രാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും ഇഫ്രാക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് എല്ലാവരും വിഷ് ചെയ്യുക. ഇപ്പോൾ കമൻറ്റിലാണെങ്കിലും ഇപ്പം ഇൻസ്റ്റാഗ്രാമിലുള്ളവർ ഓളെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുക. ഓൺലൈനിൽ വീഡിയോ എടുക്കുന്നതും. അപ്പോൾ ഇന്നലെ നമ്മളൊരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇഫ്രയും കണ്ടിട്ടില്ല, കാരണം രാത്രി വന്നതുകൊണ്ട് ഇഫ്ര ഉറക്കത്തിൻ്റെ ഇതിലായിരുന്നു. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ഐറ്റം മേടിച്ചിട്ടുണ്ട്. കണ്ടോ? കുക്കറോ? പടച്ചോനെ, കുക്കറിന് അത്ര ഉണ്ട് കേട്ടോ. അത് നോക്കി, എൻ്റെ ഫേസ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇത്രയും വലിപ്പമുണ്ട് സാധനം. പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കല്യാണ വർക്കിന് പോയ ടൈമിൽ നമ്മളൊരു വീഡിയോഗ്രാഫർ ഉണ്ട്, അസർ പറഞ്ഞിട്ട്, നമ്മൾ സുഹൃത്ത് തന്നെയാണ്. അപ്പോൾ മൂപ്പര് ഞാനായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരെ കയ്യിൽ ലൈറ്റ് കണ്ടു. അപ്പോൾ മൂപ്പര് ഈ 2 ലൈറ്റ് വെച്ചിട്ട് ഉപയോഗിക്കണേ. ഇതാണ് ഈ സൗണ്ടും ഇല്ല, ചൂടും ഇല്ല, ഒന്നുമില്ല, ഭയങ്കര കളറും. ഇത് ഞാൻ എടുത്ത് കാണിച്ചു തരാം ഇതിലെന്താ ഉള്ളതെന്ന്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ അന്ന് മുതലേ കണ്ട് ഇഷ്ടപ്പെട്ട് ഇന്നലെ ഹർഷിക്ക് ലെൻസ് വാങ്ങാൻ പോയിരുന്നു. ഹർഷി ഖത്തറ പോവാണ്. അപ്പം അവനക്കൊരു ലെൻസും കൂടി എടുക്കാന്നുള്ളതിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കോഴിക്കോട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാനിങ്ങനെ ആ ലൈറ്റുകൾക്കൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. ഇങ്ങനെ കടയിൽ പോയാൽ അങ്ങനെയല്ല, ഞങ്ങൾ പെൺകുട്ടികൾ എന്താ പറയുക, മേക്കപ്പ് വാങ്ങാൻ പോയ പോലെയാണ് നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സ് നമ്മൾ ക്യാമറ ഷോപ്പ് പോയാൽ എന്ത് കണ്ടാലും ആവശ്യമുള്ള സാധനങ്ങളേക്കാരം. എവിടെ നോക്കിയാലും ഇതിൻ്റെ അടുത്ത് ഇല്ലല്ലോ, ഇത് നമുക്കൊരു ആവശ്യമുള്ള സാധനമാണല്ലോ, ഇങ്ങനെ നോക്കുക. ഞാനൊരു 10 മിനിറ്റ് ഇങ്ങനെ നടന്നിക്കണേ, ഇങ്ങനെ നോക്കി ഇങ്ങനെ നടന്നിക്കണേ, കുറേ നോക്കും, വെറുതെ എടുത്ത് നോക്കും, ലൈറ്റ് ഓൺ ആക്കി നോക്കും, എല്ലാ സാധനവും നോക്കിക്കണ്. അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഇതിനെ പറ്റി ഓർമ്മ വന്നത്. സത്യം പറഞ്ഞാൽ ഇത് വാങ്ങാൻ ഒരു പ്ലാനും ഇല്ലേനു, പറഞ്ഞാൽ ഒരു പ്ലാനും ഇല്ലേനു. അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ നടന്നപ്പോഴാണ് ഇതിനെപ്പറ്റി ഓർമ്മ വന്നതും. അപ്പോൾ ഞാൻ ഫോട്ടോ അതിൻ്റെ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഞാൻ ഇഫ്രാക്ക് ഈ ലൈറ്റ് ഇത് നമുക്ക് വാങ്ങണം എന്നില്ല ഇത് പറഞ്ഞിട്ട് അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത്. അപ്പം അത് കണ്ട സമയത്ത് തന്നെ ഞാൻ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അയച്ചു കൊടുത്ത ഫോട്ടോത്തിൻ്റെ കാര്യം ഓർമ്മ വന്നപ്പോൾ അപ്പം തന്നെ അതിലെടുത്തിട്ട് തപ്പി നോക്കിയപ്പോൾ ഫോട്ടോ കിട്ടി. അപ്പോൾ ഓലോട് ചോദിച്ചപ്പോൾ സാധനം സ്റ്റോക്കും ഉണ്ട്. അപ്പോൾ പിന്നെ പെട്ടു. എന്താ വെച്ചാൽ ഡബിൾ മൈൻഡായി, ഫുള്ള് ഡബിൾ മൈൻഡ്. അവിടെ ചെന്നിട്ട് ഇങ്ങനെ വാങ്ങണോ വേണ്ടേ, അല്ലെങ്കിൽ വേണ്ട, എന്തിനാ ഇപ്പോൾ വാങ്ങണേ. കാരണം ഇതിന് ഒരു 11,500 റേറ്റ് വരുന്നുണ്ട് ഈ സാധനത്തിന്. അപ്പോൾ ഇത് എനിക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഇത് വാങ്ങണോ വേണ്ടതെന്ന് ഇപ്പം നമ്മൾ സാധനം പ്രതീക്ഷിക്കാതെ പോയി വാങ്ങുമ്പോൾ അങ്ങനെയാണ്, വാങ്ങണോ വേണ്ടേ, വാങ്ങണോ, ഇങ്ങനെ ആലോചിച്ചെന്ന് ജസ്റ്റ് ഒരു അഭിപ്രായം ചോദിച്ചാൽ വിചാരിച്ച് ഇഫ്രാനെ വിളിച്ചു. ഇഫ്ര അത് വാങ്ങിയാലോ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ ഇവള് നല്ല ഉറക്കത്തിൽ നിന്ന് ചോദിച്ചിട്ട് ആ ഓക്കെ വാങ്ങിക്കോളി, കട്ടാക്കി എന്നിട്ട്. അപ്പോൾ ഞാൻ പിന്നെയും ഡബിൾ മൈൻഡായി. അതിൽ ഈ ലൈറ്റ് ഉള്ള ചങ്ങാനെ വിളിച്ച്, എടാ ഈ ലൈറ്റ് എടുത്താലോ, എന്താ അഭിപ്രായം, യൂസ്ഫുൾ ആവോ, ഇജ്ജ് എടുത്തോ, എനിക്ക് എന്തായാലും 100% യൂസ് ആവും പറഞ്ഞു. അതിൽ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാനതാണ് മേടിച്ചു അവിടുന്ന്. അപ്പോൾ അത് മേടിച്ചപ്പോൾ ഇത് മാത്രം മേടിച്ചാൽ പോരാ, അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു ഒക്റ്റ ഉണ്ട്, വട്ടത്തിലുള്ള ലൈറ്റില്ലേ, ഒക്റ്റ പറഞ്ഞാൽ മനസ്സിലാവില്ല, അറിയില്ല, അതുകൊണ്ടാട്ടോ പറയുന്നത്, റൗണ്ടിലുള്ള ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വെക്കണേ, അതും മേടിച്ചു വന്ന്. അപ്പോൾ ഇത് എങ്ങനെയാണ് സാധനം എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം നമുക്ക്. ആദ്യം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബാഗാണ് ഉണ്ടാവുക, കൊണ്ട് പോകാനും എല്ലാത്തിനും സുഖമാണ്. ഇങ്ങനെ ഒരു ബാഗുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ
ഇത് അതിൻ്റെ ഒരു മൗണ്ടാട്ടോ. അത് ലൈറ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം പാസ് ചെയ്യുന്ന രീതിക്ക് പോകാനുള്ളൊരു സാധനമാണ്. പിന്നെ ഉള്ളത് ഇതാണ് നമ്മളെ ഐറ്റം. സ്ക്രൂ എന്താ പോന്നിക്കണ, ഇതിൻ്റെ സ്ക്രൂ ആണ്. ഇതിൽ ഇതും അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വെക്കണ ഈ ഒരു അടപ്പും, പിന്നെ ഇത് എന്തിനാ അതിവിടെ സൈഡിൽ ഇത് തൂക്കി പിടിക്കാനുള്ള ഒരു സാധനം. പിന്നെന്താ, പിന്നെ അതിൻ്റെ റിമോട്ട് ഉണ്ട് കേട്ടോ, കൺട്രോൾ ചെയ്യണേ. നമുക്കിപ്പോൾ ഏതെങ്കിലും സൈഡിൽ നിന്നിട്ടാണെങ്കിലും നമുക്ക് അവിടെ പോയിട്ട് തിരിക്കേണ്ട ആവശ്യമില്ല, അത് കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ സാധനവും ഇതിന്മേ. അതും പിന്നെ അതിൻ്റെ കേബിളും അത്യാവശ്യം നീളമുള്ള കേബിളാണ്. ഇതിൻ്റെ പവർ ഞാൻ കാണിച്ചു തരാം. അടിച്ചു പോകും ഒക്കെ പാടെ ഉണ്ടാവില്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സോറി, സ്വിച്ച് ഇട്ടില്ല. എങ്ങനെയുണ്ട് ഇത് പവർ എത്രയിലറിയുമ്പോ? ഇത് 100% പവറിലാണ് പഠിക്കണത്. വിളിച്ചല്ലേ? പിന്നെ ഇത് സൗണ്ട് ചെറിയ ഫാൻ ഇറങ്ങുന്ന സൗണ്ടുള്ളൂ. അതേപോലെ തന്നെ ഇതിൽ കളറ് വാമാക്കുകയും ചെയ്യാം, പിന്നെ അതേപോലെ തന്നെ വൈറ്റ് ആക്കുകയും ചെയ്യാം. കല്യാണ ലൈറ്റൊക്കെ ഇപ്പോൾ മോഡിഫൈഡ് ആയി, ഇങ്ങനത്തെ ആയി. മറ്റേ ബൾബും സാധനമൊക്കെ മാറ്റി കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഇതിന്മേ തന്നെ ഇത് ഫിറ്റ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എടുത്തത് നമ്മൾ. ഈ ലൈറ്റിൻ്റെ അതുകൊണ്ടാണ്. ഇപ്പോഴും ഉണ്ടോ? അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തത്. ഇതെങ്ങനെ ഡിഫറ ലൈറ്റ് സെറ്റല്ലേ? ഇത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. ഇതിൻ്റെ അതേപോലെ തന്നെ ഇതിൻ്റെ RGB കളറും ഉണ്ട് കേട്ടോ. RGB കളറും ഉണ്ട്, ഈ കളറും വരുന്നുണ്ട്. പറഞ്ഞോ? ചൂടില്ല കേട്ടോ. മറ്റേ ലൈറ്റ് ആലോചിച്ചാൽ മതിയാ, അടിച്ചാണ്ടല്ലോ ചൂടെടുത്തിട്ട് മനുഷ്യന് പിരാന്താവും. അപ്പോൾ ഇതിൻ്റെ RGB കളർ ഉണ്ട്. അപ്പം RGB എടുത്ത് നമുക്ക് ഒന്നാമത് RGB എടുത്ത് യൂസ് ഉണ്ടോ ചോദിച്ചാൽ, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഞാൻ പണ്ട് എടുക്കുന്ന പോലെ എടുക്കുകയാണെങ്കിൽ യൂസ് ആവും. പിന്നെ പവർ കുറച്ച് കുറവായിരിക്കും, കാരണം ഈ LED അവിടെ RGBൻ്റെ LED കൂടി വരുമ്പോൾ പവർ കുറവാണെന്ന് പറഞ്ഞു എന്നോട് പ്രത്യേകം. അപ്പോൾ അതുകൊണ്ട് ഇത് എടുത്തില്ല. അപ്പോൾ അത്രയൊക്കെയാണ് ഉള്ളത്. പിന്നെ ഈ ഡ്രസ്സ് കണ്ടില്ല നിങ്ങൾ? ഇനി ഇടിക്കുക ഇതുണ്ടോ, ഞാനൊരു ഡ്രസ്സ് വാങ്ങി. ഇഫ്രാഹിം കൊണ്ടുപോയി ഡ്രസ്സ് വാങ്ങാൻ. നമ്മളെ സ്ഥിരം ഷോപ്പ് തന്നെ, ഡച്ച് പോയി. അവിടെ കുറച്ച് നല്ല കളക്ഷൻസ് വന്നിരിക്കുന്നു. അപ്പം കളക്ഷൻ എടുക്കാൻ വേണ്ടി ഡച്ച് പോയിട്ട് ഞാനൊരു ഡ്രസ്സ് വാങ്ങി. ഇത് ഇഷ്ടമായി. അപ്പം ഇത് 2 വാങ്ങി. അതേപോലെ തന്നെ ഫുൾ കൈ വേറെ വാങ്ങിക്കണ്. ഇതെനിക്ക് ഇഷ്ടമായി, അപ്പോൾ അത് 2 വാങ്ങി. ഇതെന്താ വെച്ചാൽ ഇപ്പം എനിക്ക് ഈ സാധനം വാങ്ങുകയാണെങ്കിൽ അത് ഓൾ ഇടുന്നുണ്ട്, ഓൾക്ക് ഇതേപോലത്തെ സാധനം വാങ്ങണമെങ്കിൽ ഞാനും ഇടുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് പോണത്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടാണ് പോകുന്നത് തോന്നണേ. ഒന്നുമില്ല മുത്തേ, പാക്ക് ചെയ്യണമല്ലോ അല്ലേ? ഇത് പാക്ക് ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് കവറിലൊക്കെ ഇട്ട് വെക്കാം. അപ്പോൾ ഇത് ഉപയോഗിച്ചുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടാവും. എനിക്ക് കുറച്ച് പരിപാടികൾ വിചാരിക്കുന്നുണ്ട്, കാരണം പണ്ടത്തെ പോലത്തെ കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള സംഭവങ്ങൾ ഇറക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടിട്ടും കൂടിയാണ് ഈ ഒരു സാധനം വാങ്ങിയിട്ടുള്ളത്. ഇത് നമുക്ക് പാക്ക് ചെയ്യാം, വേറെ ഒന്നും വിചാരിക്കരുത് ഗൈസ്. അപ്പോൾ റൂമിൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ, റൂമിൽ പ്രത്യേകിച്ച് പണി കാര്യങ്ങളും എടുത്തിട്ടില്ല, നിങ്ങൾ കണ്ട അതേപോലെ തന്നെ. ഇനി സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ സെയിം, ഇതൊന്നും ചെയ്തിട്ടില്ല. ഡിഫറൻ്റ് ഒരു പൂക്കി സാധനം കൊണ്ടുവന്നിട്ടുണ്ടായാൽ
ബുക്ക് പൂക്കയാണെങ്കിലും ഉണ്ട്. ഇതിൻ്റെ യൂസ് എന്ന് പറയണത് ഇതിങ്ങോട്ട് ഞാൻ ഒരു ദിവസം ഇഫ്രാൻ്റെ അവിടെ പോയിനു, നിൽക്കാൻ വേണ്ടി പോയിനു. അപ്പോൾ അന്നാണ് ഞാൻ അത് കണ്ടത്. ഇതെന്താ വെച്ചാൽ ഇത് സ്റ്റഡി ടേബിളാണ്. ഇത് കണ്ടിട്ടുണ്ടാവും ആൾക്കാർ, പക്ഷെ ഇത് അന്നാണ് ഞാൻ കാണുന്നത്. ഇതിങ്ങനെ ബെഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ലാപ്പ് വെച്ചിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്താൽ അത് ഉഷാറാണ്. കാരണം അയിമ ഇങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് മടുക്കും. ബെഡിലാവുമ്പോൾ ഇങ്ങനെ എത്ര നേരമാണെങ്കിലും ഇരിക്കും. എൻ്റെ ഒരു ഇതങ്ങനെ ഉണ്ടോ, എത്ര നേരമാണെങ്കിലും ഇരുന്ന് എഡിറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് അടിച്ച് മാറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ ഇത് ഇവിടെ കിടക്കട്ടെ. എൻ്റെ ബുക്ക് ആണോ? ഓക്കെ. പിന്നെ ഇപ്പോൾ ഇവിടെ എന്താ ഉള്ളത് പ്രത്യേകിച്ച്? ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല. ഇനി ഇങ്ങോട്ട് വരി. പുറത്ത് കാണിച്ചു കൊടുക്കാൻ എൻ്റെ അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഞാനത് നോക്കട്ടെ എന്താ അവസ്ഥ. ഇവിടെ തോരട്ടിട്ടുള്ളൂ. ഇത് നമ്മൾ നോർമൽ തോരടുന്ന സ്ഥലം. ഇതിന് നിലമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ പിന്നെ നമ്മളെ കുറച്ച് പെട്ടി സാധനങ്ങൾ ഒക്കെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ വാഷിംഗ് മെഷീൻ ഇങ്ങോട്ട് മാറ്റി, പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് വാഷിംഗ് മെഷീൻ ഇങ്ങോട്ടാക്കി. ഇത് ഒന്ന് കാണിച്ചാലേ നമ്മൾ? ഇല്ലല്ലേ, ഫുള്ള് കാണിച്ചിട്ടില്ലല്ലേ. ഇവിടുന്ന് ഇങ്ങനെ അവിടെ ഒരു ചെറിയ ഗേറ്റ്, എന്താ കവറൊക്കെ ഇട്ട് കെട്ടിക്കണേ. ഇത് ഗേറ്റ് അല്ലല്ലേ? എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ വരുമ്പോഴേ ഇതിലൊക്കെ കയറാതൊക്കെ വേണ്ടി അവിടെ ജസ്റ്റ് ഒരു ഗേറ്റ് പോലെ സാധനം വെച്ചിക്കണ്. അതിൻ്റെ മേലേക്ക് റൂഫ് ടോപ്പൊക്കെ കയറാം. പിന്നെ ഇപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ കോളേജിൽ പോകാൻ നമുക്ക് നേരം വൈകിയിരിക്കും. പിന്നെ അവിടെ ആക്കിയിട്ട് വേണം, ഞാനവിടെ പോയിട്ട് പിന്നെ പിക്ക് ചെയ്തിട്ട് വേണം ഒക്കെ വരാൻ. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് കാണിച്ചു കൊടുത്തി നമ്മൾ. കറണ്ട് ഇല്ലേ? ടച്ചാനെ ഭാഗ്യം, ഫോൺ കുത്തിച്ച്. ഇത് കണ്ടിട്ടുണ്ടാവും. പാത്ത് വരച്ചതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലും അതേപോലെ തന്നെ പ്രീ വെഡിങ്ങിൻ്റെ ഇതും കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആ ഡ്രസ്സും ആ സാധനം ഇതൊക്കെ അത്ര കറക്റ്റായിട്ട് ബോസ് വരച്ചു കേട്ടോ. താങ്ക് യു ഫാത്തു, താങ്ക് യു സോ മച്ച്. ഇത് നമുക്ക് ഇനി ഹാങ് ചെയ്യണം. ഒന്നിനും പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാൽ. പിന്നെ അവിടെ കമ്പ്യൂട്ടർ ഉണ്ട്, ക്യാമറൻ്റെ ട്രൈ ക്യാബിന്. പിന്നെ ഇഫ്രാക്കൊരു മാക് ബുക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇഫ്രാൻ്റെയാണ്. ഞാൻ വേറെ മേടിച്ചപ്പോൾ എൻ്റെ തോക്ക് കൊടുത്ത് എനിക്ക് എൻ്റെ ഹാങ് ആയപ്പോൾ ഞാൻ വേറെ മേടിച്ചപ്പം ഓക്ക് കൊടുത്തു. ഓക്ക് പിന്നെ അതിൻ്റെ യൂസ് ഉണ്ടാവുള്ളൂ. ഇത് പിന്നെ നമ്മളെ കല്യാണത്തിന് മേടിച്ച സോറോ ആർട്ട് നമുക്ക് ചെയ്ത് തന്ന സാധനം കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഒരു ഓർമ്മ എടുത്ത് വെക്കാം. ഇതൊന്ന് റെഡി ആക്കാണ്ട്. ഇതൊക്കെ എൻ്റെ അടുത്ത് പറ്റിയ കേട്ടോ. അത് നമ്മളെ ഇതിൽ ഞാൻ ഒപ്പിട്ടിട്ടില്ലല്ലോ. അല്ല, ഞാൻ ഇട്ടിക്കണ, ഇജിട്ടിട്ടില്ലല്ലോ. പെന്ന് വർക്ക് ചെയ്തില്ലേ? കുറച്ചോ. അപ്പോൾ ഇതുപോലെ തന്നതായിരുന്നു. അപ്പോൾ തന്നെ ചെയ്യോ? അല്ലോ നിൽക്ക് ഒരു മിനിറ്റ്. അപ്പോൾ ഇതൊക്കെ ഇനി നമ്മളെന്ത് ഒന്ന് സെറ്റാക്കിയിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ അല്ലേ ഒരു ഹാങ് ചെയ്തിട്ടോ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെക്കണം. ഒന്നിനും പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? അതാ ഇവിടെ പിന്നെ കുറേ ഡ്രസ്സുണ്ട്. പുതിയതുണ്ട്, പഴയതുണ്ട്. ഇത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതല്ല എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് അവിടെ. അതെ, AK-47 വുമൻസിൽ നിന്നും മേടിച്ച ബർത്ത്ഡേക്ക് ഇടാനുള്ള ഡ്രസ്സാണിത്. അപ്പോൾ ഇത് ബർത്ത്ഡേൻ്റെ ടൈമിൽ ഓള് ഇടുമോ, പോസ്റ്റ് ഇടുന്നുണ്ടോ? ഇൻഷാ അല്ലാ അപ്പോൾ പോസ്റ്റ് ഇടുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും പോയി ഇഫ്രാക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക. ഇവിടെ ഇപ്പോൾ വേറെ ഇപ്പോൾ കറണ്ട് ഒന്നുമല്ലോ, വെറുതെ പറയാ. ആണോ? ഇവിടെ പിന്നെ ഇഫ്രാൻ്റെ പൂക്കി ബാഗ് ഉണ്ട്, വേറൊരു ബാഗ് ഉണ്ട്. ഇവിടെ ഒന്നാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്.
ഈ കാണുന്നത് മൊത്തം ബാഗാണ്. ഇനി വേറെ ബാഗ് കാണുമ്പോഴും ബാഗിലേ എന്തിനാ അത്ര ബാഗ്? എന്നിട്ട് ഇതൊക്കെ ഇടുണ്ടോ? അതുമില്ല. എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ താഴത്ത് ഇതൊക്കെയാണ് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ബാക്കി ഇനി താഴത്തല്ലല്ലോ, മേലല്ലേ? സോറി, കുറച്ച് കട്ടാണ്, അതുകൊണ്ടാണ്. മേലെ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇനി താഴത്ത് എന്താണുള്ളതും ബാക്കി ഏതൊക്കെ വണ്ടികളാണ് ഇവിടെ വീട്ടിലുള്ളതെന്നും അതൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എന്തായാലും താഴത്തേക്ക് ഇറങ്ങിയിട്ട്, അപ്പോൾ എന്തായാലും താഴത്ത് ഇറങ്ങിയിട്ട് കാണാം. പ്ലാന് ചെറുതായിട്ടൊന്ന് മാറ്റി. ഇഫ്ര കോളേജിൽ തന്നെ പോവും, ഞാൻ വണ്ടി കൊണ്ടുവരും. കാരണം ഇപ്പം ഒന്നും പോയില്ല, ഇപ്പം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇപ്പനോട് വരാൻ പറഞ്ഞു. ഞാൻ ഇപ്പം പണിക്ക് വയ്ക്കുന്നു വിചാരിച്ചിട്ടാണ് ഇഫ്രാനോട് കൊണ്ടുവരാൻ പോകാൻ വേണ്ടി പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ വീട്ടിൽ 1 2 3 4 വണ്ടിയാണുള്ളത്. ഇത് ഇപ്പാൻ്റെ ഗ്ലാമർ, ഇത് എൻ്റെ എക്സ്പൾസ്, എൻ്റെ ഫസ്റ്റത്തെ വണ്ടി. ഇത് എടുക്കാതെ നിന്ന് എന്തെങ്കിലും പറ്റും വണ്ടിക്ക്. പിന്നെ ഇത് നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല, ഇത് ഇഫ്രാക്ക് മേടിച്ചതിന് പുതിയ സ്കൂട്ടിയാണ്, ആക്റ്റീവ 6G 125. ഇതിന്മേലാണ് കോളേജിൽ പോകൽ. പിന്നെ ഇത് പിന്നെ എൻ്റെ കാർ പോർച്ച് ഉണ്ടാക്കിയിട്ടില്ല. കാർ പോർച്ച് നെക്സ്റ്റ് ഇൻഷാല്ലാ കാർ പോർച്ച് ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഒന്ന് ഇൻ്റർലോക്ക് ചെയ്യണമെന്നുണ്ട്. ഇതാണിപ്പോൾ വീടിൻ്റെ അവസ്ഥ, കാര്യങ്ങൾ. അപ്പോൾ പുറത്തത് ഇത് എത്രയൊക്കെയാണ് ഉള്ളത്. ഞാനെന്തായാലും ഇന്ന് കൊച്ചി പോകണ ആയതുകൊണ്ടും പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ശരിക്കും എന്താ വെച്ചാൽ വണ്ടി കണ്ടീഷൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെവിടെ വെച്ചാൽ കുടുങ്ങുക ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു വട്ടം എനിക്ക് പണി കിട്ടിയതാണ്. വേറെ ഒന്നുമല്ല, ബാറ്ററീൻ്റെ എന്തോ ഒരു പ്രോബ്ലം കൊണ്ട് പെട്ടെന്ന് നടുവിന്ന് വണ്ടി നിന്നു. ഞാൻ ആകെ ഇടങ്ങാറായി. ചെക്കൻ വീട്ടിൽ കയറുന്ന ടൈമായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ചെണ്ണം ഇടങ്ങാറായി. അതിന് ശേഷം വണ്ടി എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ വേഗം പോയി നന്നാക്കലുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് എന്താ വെച്ചാൽ എന്തോ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചെക്ക് ചെയ്യാൻ പുറത്ത് കൊണ്ടുപോയിടുമ്പോൾ ഒരു ഫുള്ളായിട്ട് എന്താണെന്ന് ചെക്ക് ചെയ്യലില്ല, നമ്മൾ പറയുന്ന കാര്യം മാത്രമല്ലേ നോക്കുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് ഷോറൂമിൽ കയറ്റാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ പോവുകയാണ്. അതേപോലെ തന്നെ പിന്നൊരു കാര്യം ഞാൻ ഇപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കിങ്ങനെ നിങ്ങളെ അഭിപ്രായം കൊണ്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ആ ബൈക്കുകളുണ്ടല്ലോ എക്സ്പൾസ്, അത് യൂസിങ് വളരെ കുറവാണ്. അപ്പോൾ ഫസ്റ്റ് ഇപ്പം ഏതൊരു ബോയ്സിനാണെങ്കിലും ആദ്യമായിട്ട് എടുക്കണ വണ്ടി എന്നുള്ളതിൽ ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. ആ കമ്മിറ്റ്മെൻറ്റ് എനിക്കില്ല എന്ന് പറയെങ്കിലും എനിക്കെൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് ഇപ്പോഴത്തെ എനിക്ക് മനസ്സിലായത്. കാരണം അത് കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊണ്ട് നിന്നേനു. അത് കൊടുക്കാൻ വെറുതെ എന്തിനവിടെ വെച്ചിട്ട്, കാരണം അവിടെ വണ്ടിക്ക് ഓട്ടമല്ല, ഒന്നാമത് വണ്ടിക്ക് തീരെ ഓട്ടമില്ല. കാരണം ഫുൾ ടൈം ഞാൻ കാറിൽ തന്നെയാണ് പോകല്, വർക്ക് കാര്യങ്ങളൊക്കെ കാറിലാണ് പോണത്. ഇപ്പം പിന്നെ സ്കൂട്ടിയും കൂടി എടുത്തപ്പോൾ ബൈക്ക് എടുക്കാൻ ഭയങ്കര മടിയായി. ഇഫ്ര കോളേജിൽ പോകുന്ന സമയത്തൊക്കെ ഞാൻ സ്കൂട്ടിയും കൊണ്ടാണ് പുറത്ത് കാര്യങ്ങളൊക്കെ പോകല്. അപ്പോൾ ബൈക്ക് ഒരു എന്താ പറയുക, ബൈക്ക് അവിടെ നിന്നോട്ടെ. കുറേ ആൾക്കാർ പറയാം കൊടുത്തല്ല, എന്തിനാ വെറുതെ അവിടെ വെക്കണേ, വെറുതെ വീട്ടിൽ വണ്ടി എന്തിനാ വെറുതെ അവിടെ, സ്കൂട്ടിയല്ലേ എളുപ്പമെന്ന് പറയും. അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് ജസ്റ്റ് വായിച്ചു നോക്കാനാണ്, എല്ലാവരും അഭിപ്രായം എടുത്തിട്ട് അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. വേറെ ഒന്നും കൊണ്ടല്ല. ഒന്നാമത് ഞാൻ പണിയെടുത്തിട്ട് ആദ്യമായിട്ട് വാങ്ങിയ വണ്ടിയാണ്. ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ വണ്ടിയാണത്. പിന്നെ അതുമല്ല, അതിനിപ്പം ഓട്ടമല്ല മെയിൻ, ഇതാണ് വെറുതെ കിടക്കണം വീട്ടിൽ. അപ്പോൾ അതുകൊണ്ടാണ് കൊടുക്കണോ വേണ്ടെന്ന് ഇങ്ങനെ ആ കൺഫ്യൂഷൻ ആയിക്കണ്. എന്തോ പറയാ, ഒന്നും പറയാൻ കിട്ടില്ല സത്യം പറഞ്ഞാൽ. വണ്ടീൻ്റെ കാര്യം ആയതുകൊണ്ട് കൊടുക്കണം എന്നുണ്ട്, കൊടുക്കണ്ടെന്നുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും, എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ കൊണ്ടുപോയിട്ട് എല്ലാം കഴിഞ്ഞപ്പോണ്ട് ഇഫ്ര വിളിച്ചിട്ട് പറഞ്ഞ് ഓളെ ക്ലാസ് കഴിഞ്ഞിരിക്കണേ പറഞ്ഞിട്ട് ഓളോട് റിട്ടേൺ എത്തിക്കണേ. അപ്പോൾ നമ്മളെ ഹോം ടൂറിൻ്റെ
ബാക്കി വിശേഷങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുവാ ഇതിലെങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നുമില്ല. ഇവിടെ നമ്മളെ മറ്റേ അന്ന് വെച്ച ബോക്സ്, അതിൽ നിറയെ ഷൂവും ചെരുപ്പുകളും. പിന്നെ നിങ്ങൾ ആ സൈഡ് കണ്ടിട്ടുണ്ടാവില്ല. വാ ശരി, വാ ചെരുപ്പോ ചെരുപ്പിട്ടോ. ഏത്? ആ ഞാൻ വിചാരിച്ച ഇതാണ്. ആ ഇപ്പോൾ ഇതാണ്ടോ ആക്റ്റീവ, ഫ്രണ്ട് ആക്റ്റീവ കാണിച്ചോതാ. ഈ സൈഡ് ഇങ്ങനെ കേട്ടോ വരുന്നത്. എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല. അവിടെ ഒരു എന്തിൻ്റെ മരമാണ്? റംബൂട്ടാനല്ലേ? അറിയില്ല. അപ്പോൾ അവിടെ ഒരു റംബൂട്ടാൻ്റെ മരമുണ്ട്. എന്തായാലും ഉണ്ടാകുമ്പോൾ അറിയാം. പിന്നെ ഒരു പേരക്കൻ്റെ ഉണ്ട്, അതും പേരയ്ക്കും പിന്നെ മൂച്ചിയും. ഈ 3 ഇവിടെ ഉള്ളത്. പിന്നെ ഈ ചെടികളും. ഞാൻ ഇവിടെ ഒരു കുളം കുത്തണം വിചാരിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ആ സൈഡിൽ അവിടെ കാണിച്ചെടുത്ത് ഒന്നെങ്കിൽ ആ സൈഡിൽ, അല്ലെങ്കിൽ ഈ സൈഡിലോ മേലെ ഒക്കെ ആയിട്ട് എന്തെങ്കിലും. എനിക്ക് മീനുകളെ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം ഉണ്ടേനു, ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങോട്ട് മാറിയപ്പോൾ പിന്നെ അതിനെപ്പറ്റി വിചാരിച്ചില്ല. അപ്പോൾ ആ സൈഡ് നല്ല സൈഡാണെന്ന് എൻ്റെ ഒരു എന്താ പറയുക, ഒരു കുളം കുത്താലോ പറ്റിയൊരു ഏരിയ ആണെന്നുള്ളൊരു ഇതുണ്ട്. അപ്പം അവിടെ ഒരു ചെറിയൊരു പോണ്ടൊക്കെ കുത്തി അതിൽ കുറച്ച് മീനിനൊക്കെ ഇട്ടിട്ട് രാവിലെ നീച്ച് തീറ്റയൊക്കെ കൊടുക്കുമ്പം കിട്ടുന്നൊരു സുഖം അത് വേറെയാണ്. പിന്നെ കറണ്ട് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ്. കറണ്ട് രാവിലെ പോയതാണ്. പിന്നെ ഇവിടെ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കമൻസ് വരുന്നുണ്ടായിരുന്നു, പിന്നെ ഹോം ടൂറും ചെയ്യുമെന്നുണ്ട്. അതുകൊണ്ട് മാത്രം കേട്ടോ ചെയ്യണേ. പിന്നെ ഇതിവിടെ അങ്ങനെ ഒരു കാല് റൂമാണ്. ഇത് കാണിക്കണത് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു കാല് റൂമാണ്. അടുക്കളയുടെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതുണ്ടല്ലോ, ഇത് നമ്മൾ വൃത്തിയല്ലേ ചേച്ചിൻ്റെ തോന്നുന്നുണ്ട്. ഇവിടെ കരിയേപ്പില്ല, എല്ലാം ഉണ്ടേനു ആദ്യം. ഇവിടെ അതേപോലെ നമ്മളൊരു കിച്ചൺ ഉണ്ടാക്കാനുള്ളത് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ എന്താ മാറ്റം വരുത്തിയിരിക്കുക? ഒന്നുമില്ലല്ലോ. കാര്യമായിട്ട് മുകളിലത്തെ ആ ഷീറ്റുകളിലും മേലൊക്കെ ഉണ്ടാക്കിയതും അതൊക്കെ തന്നെയാണുള്ളത്. അപ്പോൾ ഹോം ടൂർ അറിയാൻ ഇതൊക്കെയാണുള്ളത്. കുഞ്ഞുമാത്തേന്. അപ്പോൾ ഹോം ടൂർ അറിയാൻ ഇതൊക്കെയാണുള്ളത്. ഇവിടെ TV സത്യം പറഞ്ഞാൽ TV വെക്കണം എന്ന് വിചാരിച്ചു. നമ്മൾ ഇവിടെ കയറുന്നതിൻ്റെ ആ ടൈമിൽ തന്നെ ഒന്നെങ്കിൽ ഈ സൈഡിലോ ഒന്നെങ്കിൽ ഇവിടെ സോഫയിലിരുന്ന് ആ രീതിക്ക് ഇവിടെയോ, അല്ലെങ്കിൽ അവിടെ വെക്കാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അത് വെക്കാതെ എന്താ വെച്ചാൽ ഇപ്പം എല്ലാവരും ഫോണിലാണ്. പിന്നെ ഇവിടെ നെറ്റും ഉണ്ട്. TV വെക്കണോണ്ട് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഒരു ലൈറ്റപ്പൊക്കെ അറിയാലേ. അപ്പോൾ TV ഇപ്പോൾ വെക്കണേലൊരു കാര്യമില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഇത് കഴിഞ്ഞിട്ട് TV എന്നുള്ളൊരിത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരം ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ കൊച്ചിക്ക് പോകും. ഞാനും ഇഫ്രയുണ്ട്, പിന്നെ ചെക്കന്മാരെല്ലാവരും അവിടെ ഉണ്ട്. ഹനാനും 2 ആഴ്ചയായിട്ട് അവിടെ തന്നെയാണ്. അവൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയാണ്. പിന്നെ ഷാനു ട്രിട്ട് അവിടെ ഉണ്ട് തോന്നുന്നുണ്ട്. പിന്നെ നിഹാലുണ്ട് അവിടെ. സൽമാനും സൈക്കോ ഞങ്ങളൊപ്പം വരും. ഞാൻ, സൽമാൻ, സൈക്കോ, ഇഫ്ര, നമ്മളിങ്ങനെ 4 ആൾക്കാർ ഇവിടെ നിന്ന് പോണ്. അപ്പോൾ വണ്ടി കിട്ടി കഴിഞ്ഞ് അപ്പോൾ ഇതിന് ഇഫ്രക്ക് ക്ലാസ്സും കൂടി ഉണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് അവൾ പോയി വരികയാണ്. അപ്പോൾ അതും കൂടി അപ്പോൾ എല്ലാവരും കൂടിയും പോയിട്ട് നമ്മൾ ഇന്നവിടെ കൊച്ചിയിലുണ്ടാവും. ഇന്ന് നൈറ്റ് ഉണ്ടാവും, നാളെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബാക്കി കാര്യങ്ങളുള്ളത്. ഇത് ഇഫ്രൻ്റെ താത്താൻ്റെ ഹസ്ബൻഡിൻ്റെ അവിടെ പോയപ്പോൾ എന്താ പറയുക, എൻ്റെ താത്താൻ്റെ ഹസ്ബൻഡിന് എന്താ പേര് പറയാം? അളിയാക്കേ. എനിക്കറിയാം. അപ്പം എനിക്കറിയാം. അപ്പം അവിടുന്ന് പറിച്ചതിന്. അപ്പോൾ നമ്മളെ ഹോം ടൂറിൻ്റെ വ്ളോഗ് കാര്യങ്ങളൊക്കെ എത്രയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇഫ്രക്ക് എല്ലാവരും
ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് ഇഫ്രക്ക് ഇടുക. കാരണം കല്യാണം കഴിഞ്ഞിട്ടുള്ള അവളെ ഫസ്റ്റത്തെ ബർത്ത്ഡേ ആണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെയൊന്നല്ല വിചാരിച്ചിരുന്നത്. ഞാൻ വളരെ വലിയ രീതിക്കാണ് വിചാരിച്ചിരുന്നത്. ഫസ്റ്റത്തെ ബർത്ത്ഡേ അല്ലേ, പിന്നെ നമുക്കും ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ സംഭവമില്ലെങ്കിലും ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ കൊല്ലത്തെയും ഉണ്ടായിരുന്നു അല്ലേ, കുഴപ്പമില്ലാതെ. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ആഘോഷിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പ്ലാന് ചെയ്തിരുന്നു. ബട്ട് അത് എൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്കും കൊണ്ട് മൊത്തത്തിൽ പാളിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അത് മൊത്തം ഫ്ലോപ്പായി. ബട്ട് ആ പ്ലാന് ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ ഉണ്ടാവും. അതെന്തായാലും നിങ്ങൾ കാണും ചെയ്യും. കാരണം അതൊരു ഒന്നൊന്നര പ്ലാനാണ്. ഒന്നൊന്നര പ്ലാനാണ്. അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇഫ്ര നെട്ടിപ്പോയിനി സത്യം പറഞ്ഞാൽ. അപ്പോൾ അതേതായാലും എന്തായാലും ഇപ്പം അടുത്തുണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടിയിട്ട് പടച്ചവനോട് പ്രാർത്ഥിക്കുക അല്ലേ അമ്മ? അവിടെ ഇപ്പോൾ കഴിയും. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമ്മളെ വ്ളോഗുള്ളത്. അപ്പോൾ എല്ലാവരും വ്ളോഗ് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗുമായിട്ട് വീണ്ടും കാണാം ഗൈസ്. ബൈ ബൈ.